സത്യം പറഞ്ഞാൽ ഫുട്ബോൾ ഗാലറിയിലാണ് നടക്കുന്നത്. ആരവങ്ങളാണ് ഫുട്ബോളിനെ മനോഹരാക്കുന്നത്. ഓരോ ടീമിൻ്റെയും ഫാൻസ് എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. ജില്ല മുഴുവൻ പോരാട്ടമാണ്. കാരണം കാൽപന്ത് കളി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ കളിയിൽ നമ്മൾ പോരടിക്കുകയല്ലോ, ഒരു എതിർ ടീം ഉണ്ടാവും. അങ്ങനെ ഡിസ്കഷൻ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ടീമുണ്ടാക്കി. ഈ സൂപ്പർ എന്നുള്ള പേരും അതിനിട്ടു. സ്ഥാപനം ആദ്യം തുടങ്ങി സ്ഥാപനത്തിനിട്ട പേര് ടീമിനിട്ടു. അങ്ങനെയാണ്. അവിടെ എല്ലാവർക്കും ഡ്രസ്സും മേക്കപ്പ് മാനും ഇസ്തിരിക്ക ഇടാനുള്ള ആളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബുള്ളറ്റിൽ പോടും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കാറ് പോടും. എൻ്റെ വേഷം, എൻ്റെ ജുബ്ബ, എൻ്റെ പാൻറ്, എൻ്റെ തൊപ്പി. കാരണം എനിക്ക് അവിടെ അഭിനയിക്കേണ്ട വിഷയമൊന്നും വന്നിട്ടില്ല. എന്താണ് അതെ. കാൽപന്ത് കളിയെ ജീവന തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ മലപ്പുറത്തുകാർക്ക് സുപരിചിതമായിട്ടുള്ളൊരു നാമമാണ് സൂപ്പർ അഷ്റഫ് ബാവാക്ക. അദ്ദേഹം ഒരു ഫുട്ബോൾ പ്ലെയറായിരുന്നു, സംഘാടകനായിരുന്നു, ചിത്രകാരനായിരുന്നു, സിനിമ അഭിനേതാവാണ്. ഒരുപാട് വിശേഷങ്ങൾക്ക് ഉടമയാണ് അദ്ദേഹം. കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിലെ അതിഥി ബാവക്കയാണ്. സ്വാഗതം ബാവക്ക. താങ്ക് യു. നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം സൂപ്പർ ബാവാക്ക, നമ്മൾ എവിടെയും നോക്കുന്ന സമയത്ത് അഷ്റഫ് ക എന്ന് പറഞ്ഞാൽ അറിയില്ല, ഇനീഷ്യൽ പറഞ്ഞാൽ അറിയില്ല, സൂപ്പർ ബാവാക്ക. എന്താണ് സൂപ്പർ ബാവാക്ക? ഓക്കെ, അതൊരു നല്ല ചോദ്യമാണ്. കാരണം സൂപ്പർ ബാവാക്ക എന്ന് എങ്ങനെ വന്നു എന്നുള്ളതാണ് ചോദിക്കണത്. സത്യം പറഞ്ഞാൽ പിന്നെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു നിലക്കും ഫുട്ബോളുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷന് പൊതുവെ എല്ലാവരാലും താഴ്ത്തപ്പെട്ടു പോകുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു നെയിം കൊണ്ടെങ്കിലും മേലെ നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയാണ് ഞാൻ സൂപ്പർ എന്നുള്ള പേര് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം. അതായത് നമുക്കിപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോത്സാഹനം ആവശ്യമാണ്. പക്ഷെ ആ പ്രോത്സാഹനം ഇല്ലാതെ ഇപ്പോൾ എവിടെ ചെന്നാലും, ഇപ്പോൾ വീട്ടിലായാലും ഒരു കമ്മിറ്റിയുടെ അടുത്ത് ചെന്നാലും എവിടെ ചെന്നാലും നമുക്ക് പിന്നെ അവരോട് നമ്മുടെ ആഗ്രഹം പറഞ്ഞ് പിന്നെ കരസ്ഥമാക്കേണ്ട ഒരു ടൈമിൽ, കാര്യങ്ങൾ കരസ്ഥാക്കേണ്ട ഒരു ടൈമിൽ എല്ലാം കൊണ്ടും നമുക്ക് എല്ലാവരും നമ്മൾ ഡൗൺ ആക്കാമെന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ നിന്ന് പേരുകൊണ്ട് ഒരു സൂപ്പർ ആയാൽ തിരക്കടില്ലാതെ തോന്നി, അതിട്ടു, അത് സക്സസ് ആയി, ഓക്കെ ആയി, ഐഡന്റിറ്റി ആയി അല്ലേ? അപ്പം ആളുകൾ നമ്മള് ഡിമോട്ടിവേറ്റ് ചെയ്താൽ നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം. അത് പിന്നെ പുതിയ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മൾ മറ്റുള്ളവർ എന്ത് പറഞ്ഞു എന്ന് നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് വേണ്ട മരുന്നുകൾ കൊടുക്കണം. അപ്പോൾ നമ്മൾക്ക് തന്നെ പിന്നെ എല്ലാവരും താഴ്ത്തപ്പെടുമ്പോൾ നമ്മൾ ഉയർന്നെഴുന്നേൽക്കാനുള്ള വഴികൾ നമ്മൾ തന്നെ തേടണം. ഈ സൂപ്പർ എന്നുള്ള പേര് സ്വീകരിച്ചതിന് ശേഷമാണോ നമ്മൾ സൂപ്പർ സ്റ്റുഡിയോയിലേക്ക് പോകുന്നത്? അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല. പേര് ഈ സ്ഥാപനം, അതായത് എൻ്റെ കളി ജീവിതത്തിൽ പിന്നെ നമ്മൾ തൊഴിൽ രഹിതനായ ഒരു സമയം, ഫുട്ബോളിനെ വീട്ടുകാരും നാട്ടുകാരും ഒരു പരിധിവരെ അത്ര ഇഷ്ടപ്പെടാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ പിന്നെ കളിയിൽ നിന്നും പിന്നെ കളിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ വെച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതിനുള്ള കപ്പാസിറ്റി സാമ്പത്തികമൊന്നും നമ്മളെ കയ്യിലില്ല. ആ അവസ്ഥയിൽ ഞാൻ പിന്നെ ഒരു ടീം അതുപോലെ തന്നെ തൊഴിൽ, ഇത് രണ്ടും എൻ്റെ ആഗ്രഹങ്ങളായിരുന്നു. അങ്ങനെ ഈ പിന്നെ സ്ഥാപനമാണ് ആദ്യം തുടങ്ങുന്നത്. അതിൽ പ്രിയങ്കരനായ നമ്മളെ കുഞ്ഞാളുട്ടി സാഹിബ് SLC പാസ്സായി പഠിക്കാത്ത തൊഴിലില്ലാത്ത ആളുകൾക്ക് പിന്നെ ഒരു സഹായം പാസ്സാക്കി കൊടുത്തിരുന്നു. ആ സഹായം എടുത്തിട്ട് എൻ്റെ ചിത്രമരക്കാരായ 2 സുഹൃത്തുക്കളൊപ്പമാണ് സൂപ്പർ സ്റ്റുഡിയോ തുടങ്ങുന്നത്. പക്ഷെ ആ സ്റ്റുഡിയോയിൽ എന്നെ ചുറ്റിപ്പറ്റി വരുന്നവരൊക്കെ പന്ത് കളിക്കുന്നവരും പന്ത് കളിക്കാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു. അപ്പോൾ നമുക്കൊരു ടീം ഉണ്ടാക്കുക എന്നുള്ള ഡിസ്കഷൻ വന്നു. അങ്ങനെ ഡിസ്കഷൻ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ടീമുണ്ടാക്കി. ഈ സൂപ്പർ എന്നുള്ള പേരും
അതിനിട്ടു. സ്ഥാപനം ആദ്യം തുടങ്ങി, സ്ഥാപനത്തിനിട്ട പേര് ടീമിനിട്ടു. അങ്ങനെയാണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഈ സൂപ്പർ സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ടുള്ള സൂപ്പർ ഭാവക്ക എന്നാ വിചാരിച്ചത്. നിങ്ങൾ നമ്മൾ തന്നെ സ്വയം ഒന്ന് മോട്ടിവേറ്റ് ചെയ്താണ് സത്യം. സത്യത്തിൽ ഈ കളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നാട്ടുകാർ കുടുംബത്തിൽ നിന്നൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട്, എന്തായിരുന്നു അവസ്ഥ? ഇല്ല, അതൊന്നും പിന്നെ അന്നത്തെ ടൈം എങ്ങനെയാ വെച്ചാൽ, ഇന്നിപ്പോൾ നമ്മളൊരു സെലക്ഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, ഇഷ്ടംപോലെ ബോളുകൾ, അതുപോലെ തന്നെ ജേഴ്സികൾ എല്ലാം ഉണ്ട്. അന്നത്തെ സമയത്ത് കളിക്കുന്നവൻ മോശക്കാരനാന്നുള്ള ഒരു മൈൻഡ് ചെയ്യുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടുകാരായാലും നാട്ടിലായാലും ഒക്കെ പന്തളിക്കാരനല്ല വലിച്ചടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ പന്ത് കളിക്ക് ഇറങ്ങുന്നതും പന്ത് കളിച്ച് വരുന്നതും. അപ്പോൾ നമ്മൾക്ക് അന്ന് പിന്നെ കോച്ചോ മറ്റു കാര്യങ്ങളോ നമ്മളെ പ്രൊമോട്ട് ചെയ്യാനുള്ള ആളുകളോ ഒന്നുമില്ല. സ്വയം പ്രൊമോട്ട് ചെയ്ത് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പിന്നെ ഒരു ഗ്രൗണ്ട് എന്ന് പറയാനുമില്ല. എൻ്റെ വീടിൻ്റെ ബാക്ക് ഭാഗത്ത് പുഴയാണ്, ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ ബാക്കിൽ പുഴയാണ്. പിന്നെ അപ്പോൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയാലും മണൽത്തിട്ടിയിൽ കളിക്കും, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും മണൽത്തിട്ടിയിൽ കളിക്കും. ആ കളിച്ച ഒരു ഗ്യാങ്, ഒരു കൂട്ടം ഒരുമിച്ച് കൂടി ഫസ്റ്റ് മലപ്പുറത്തുനിന്ന് ഒരു ടീം ലോക്കൽ സൈഡിൽ, അതായത് അവിടെ പോയി ഓരോട് ഗ്രൗണ്ട് ഫീസ് കൊടുത്ത് ഞങ്ങൾ എടുക്കുമോ എന്ന് ചോദിച്ച് അങ്ങനെ എടുത്തിട്ടാണ് ടീം കളിക്കുന്നത്. അല്ലാതെ നമ്മളെ വിളിച്ചു കൊണ്ടുപോകുന്നില്ല. ആദ്യം നമ്മളെ അവരോട് ചോദിക്കുകയാണ് ഗ്രൗണ്ട് ഫീസ് എത്ര രൂപ ഗ്രൗണ്ട് ഫീസ് കളിക്കാൻ തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ആണ് കളിച്ചു വരുന്നത്. അതായത് ഇന്നത്തെ കളി ഈ ചുറ്റുപാടിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലും കാലഘട്ടത്തിലുമാണ് അന്ന് കളിച്ചിരുന്നത്. എൻ്റെ കൂടെയുള്ളവരൊക്കെ എൻ്റെ അനുഭവം ഒന്ന് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ സൂപ്പർ സ്റ്റുഡിയോ ഒരു സ്ഥാപനമായിട്ട് തുടങ്ങി, പിന്നെ അതൊരു ഫുട്ബോൾ ടീമായിട്ട് നിങ്ങൾ കൂടെയുള്ളവരൊക്കെ അത് തുടങ്ങാൻ പ്ലാൻ ചെയ്തു. ബാക്കിയുള്ള ആളുകളുടെ അഭിപ്രായം എന്തായിരുന്നു? അത് തുടങ്ങുന്നതിന് പ്രചോദനമായിരുന്നു, അത് തുടങ്ങിയാൽ ബുദ്ധിമുട്ടാവുന്നുള്ള അഭിപ്രായമായിരുന്നു? അല്ല, പിന്നെ അതിൽ പല ആളുകളും ഉണ്ട്. അക്കാലങ്ങളിലും ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിക്കുന്നവരും ഇഷ്ടം പോലെ ഉണ്ട്. പ്രാദേശിക ലോക്കൽ ക്ലബ്ബുകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ ക്ലബ്ബുകൾ. നാട്ടിൽ കുറച്ച് ആളുകൾ, കുട്ടികൾ കൂടിയുള്ള ക്ലബ്ബുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് സപ്പോർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. നേരെ മറിച്ച് പഠിപ്പ് എന്ന് മാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ മൈൻഡിൽ കൊണ്ടു നടക്കുന്ന പാരൻസും ഉണ്ട്, ആളുകളും ഉണ്ട്. അത് നാട്ടിലും ഉണ്ട്, വീട്ടിലും ഉണ്ട്, പിന്നെ ചുറ്റുപാടിലുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു സ്ഥാപനമാണോ അതോ കളിയാണ്, ഏതായിരുന്നു ലാഭം ഒപ്പം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ? ലാഭം എന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയുക, ഫുട്ബോൾ ഒരു ലാഭം ഉള്ള സംഭവം പ്രതീക്ഷ ചെയ്തതുമല്ല. അല്ലല്ലല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ അന്ന് ഒരു കാര്യം ഉണ്ടായിരുന്നു, എന്താണോ നമുക്ക് കിട്ടുന്നത് സാമ്പത്തികമായിട്ട് അതെല്ലാവരും കൂടി വീതിച്ചെടുക്കുകയായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരു 100 റുപ്യ കിട്ടിയാൽ അത് 7 ആളുടെ 7 ആളായിട്ട് വീതിക്കും, മാനേജറിൻ്റെ 8 ആയിട്ട് വീതിക്കും. അങ്ങനെ വീതിച്ച് അതുമായിട്ട് ജീവിച്ചു പോണ ഒരു കാലമാണ് അത്. മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് പ്രൊഫഷണൽ എന്ന് പറയുന്ന സംഭവം പിന്നെ ഫുട്ബോൾ കടന്നു വന്നപ്പോൾ നല്ല കളിക്കാരന് നല്ല പൈസ, മോശം കളിക്കാരന് നല്ല അണ്ണാച്ചിക്ക് നല്ല പൈസ, മോശം കളിക്കാരന് മോശം പൈസ എന്നുള്ള മാതിരി പ്രൊഫഷണലിസം കടന്നു വന്നു. FC കൊച്ചിൻ ഫുട്ബോൾ ടീം കൊച്ചിയിൽ വന്നതോടുകൂടി കളിക്കാർക്ക് വില നിശ്ചയിക്കപ്പെട്ടു. ഇന്ന കളിക്കാരന് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഇത്തൊരു സിറ്റുവേഷൻ അങ്ങനെ, അന്ന് അതായിരുന്നില്ല. ഓക്കെ, സ്വാഭാവികമായിട്ടും നമ്മൾ ഫുട്ബോളിന് സപ്പോർട്ടുള്ളൊരു നാട്ടിലായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു പിന്തുണ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും നമ്മൾ പിന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പം ചോദിക്കാം, നമ്മൾ ആരെയും ചോദിക്കാം, നിങ്ങൾ ആ ഒരു ഫുട്ബോളിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരുപാട് പിന്നെ ആളുകൾ സംഘാടന രംഗത്തായാലും കളിക്കുന്ന രംഗത്തായാലും ഒരുപാട് ഫ്രണ്ട്സുകൾ, അതുപോലെ തന്നെ ബന്ധങ്ങൾ എല്ലാം നമുക്ക് ഒരു നഷ്ടബോധം എന്തായാലും ഇതുകൊണ്ട് തോന്നുന്നില്ല. ഒരു പക്ഷേ ഞാൻ ജീവിക്കണ തന്നെ ഈ എൻ്റെ ഒപ്പമുള്ള എൻ്റെ നല്ലവരായിട്ടുള്ള
ആളുകളുടെ ഒരു നല്ല മനസ്സുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ ഇപ്പോൾ വീണ്ടും ജീവിച്ചിരിക്കുന്നതെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സപ്പോർട്ട് ലൈഫിൽ കിട്ടിയത് അത് കിട്ടാനുള്ള കാരണമാണ് നിങ്ങൾ പറഞ്ഞത്. എന്താണ്ട് നിങ്ങൾക്ക് നഷ്ടബോധം ഒരിക്കലും നമുക്ക് തോന്നിയില്ല. പക്ഷേ സാമ്പത്തികമായിട്ട് നമുക്ക് ഒരു ഹൈ ലെവൽക്കോ മറ്റോ പോകാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലും എത്തിപ്പെടാൻ കഴിഞ്ഞില്ല എങ്കിലും ആ കാലഘട്ടം സത്യം പറഞ്ഞാൽ ഫുട്ബോൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കളിച്ച ഒരു വിഭാഗം കളിക്കാരാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും, ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഫുട്ബോളിനെ ആസ്വദിച്ച് അത് എതിർപ്പിനെ അവഗണിച്ചിട്ടും പ്രോത്സാഹിപ്പിക്കുന്നവരെ ഉൾക്കൊണ്ടിട്ടും ഞങ്ങളത് ആസ്വദിച്ച് കളിച്ചിട്ടുണ്ട് ഒരുപാട് കളിക്കാർ. ആ മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് ഇതൊരു നഷ്ടബോധമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇതിൽ നിന്ന് ലാഭം കിട്ടിയെന്നുള്ള ഉദ്ദേശമില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നല്ല രസകരമായ മധുരമായ ഓർമ്മകൾ അല്ലേ ഫുട്ബോളിൻ്റെ. ഒരു പക്ഷേ ഞാൻ അസുഖമായി കിടക്കുമ്പോഴും കളി ഓർമ്മകളാണ് ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. നമുക്ക് കളിച്ച കളികൾ കണ്ണു തുറക്കാൻ വയ്യെങ്കിലും കളികൾ മനസ്സിൽ കടന്ന് മൈൻഡിൽ കൂടെ ഇങ്ങനെ പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം വീണ്ടും നമ്മൾ ആക്റ്റീവായി വരാൻ കഴിഞ്ഞത്. ഒരിക്കലും അസുഖം വന്നിട്ടില്ല, ക്യാൻസറിനെ പോലും നമുക്ക് അത് അതിജീവിച്ച് വരാൻ അതൊരു 2 വട്ടം. ഒരു പ്രാവശ്യം വന്ന് ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വളരെ ആക്റ്റീവായി. ആ സമയങ്ങളിൽ ഒരുപാട് ചിത്രങ്ങൾ വരച്ചു. സാധാരണ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വേദന മറക്കണമെങ്കിൽ ചിത്രം വരക്കണം എന്നുള്ള ഒരവസ്ഥയിൽ വന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ചിത്രങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ അസുഖമായി കിടക്കുന്ന ആ ടൈം പോലും എനിക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നില്ല. കാരണം വളരെ അസുഖമായി കിടക്കുന്ന സമയത്ത് ഒരു തല പൊന്തിക്കാൻ പറ്റിയ എണീറ്റിരുന്ന് വരക്കാനുള്ളൊരു മൂഡ് ആ അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് കുറേ നല്ല ചിത്രങ്ങളുണ്ടായി. ഞാനത് പ്രദർശനം നടത്തി. കോട്ടക്കുന്നിൽ നമ്മൾ ആർട്ട് ഗാലറിയിൽ വെച്ചിട്ടുള്ള പ്രദർശനം നടത്തി. ആ രീതിയിൽ ആ സമയവും ഞാൻ മിസ്യൂസ് ചെയ്തിട്ടില്ല. കാരണം അത് കഴിഞ്ഞ് ഒരു 4 വർഷം ഫുൾ ആക്റ്റീവായി. അത് കഴിഞ്ഞ് വീണ്ടും വന്നു. ആദ്യം നട്ടെല്ലിലാണെങ്കിലും പിന്നെ വന്നത് കഴുത്തിലാണ്. വീണ്ടും വന്ന് വീണ്ടും ബയോപ്സിക്ക് അയച്ചു. അസുഖം കീമെടുത്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ആക്റ്റീവായിട്ട് വരുന്നു. അല്ല, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ബാക്ക പറഞ്ഞ വാക്കിൻ്റെ ഇങ്ങനെ മനസ്സിലുണ്ട്. അതായത് ജീവിതം മുഴുവൻ പോരാട്ടമാണ്. ജീവിതം മുഴുവൻ പോരാട്ടത്തിൽ അല്ലേ, അങ്ങനെ ഒരു ലൈഫ്. ജീവിതം മുഴുവൻ പോരാട്ടമാണ്. കാരണം കാൽപന്ത് കളി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ കളിയിൽ നമ്മൾ പോരടിക്കുകയല്ലോ. ഒരു എതിർ ടീം ഉണ്ടാവും. ഒരു എതിർ ടീം ഉണ്ടാവും. ആ എതിർ ടീമിനായിട്ട് നമ്മൾ പോരടിക്കുകയാണ്. നമ്മൾ ജയിക്കുക. അതിൽ സന്തോഷം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. കാരണം ടീം ജയിച്ചാൽ നമ്മൾ സന്തോഷിക്കും, തോറ്റാൽ നമ്മൾ ദുഃഖിക്കും. എന്ന മാതിരി തന്നെ ലൈഫിൽ നമ്മൾ ഫുട്ബോളിൽ പോരടിച്ച് വന്ന് സംഘാടക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ വീണ്ടും അസുഖം വന്നിട്ട് ആ അസുഖത്തിനോട് മല്ലടിക്കുക, പോരടിക്കുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ തുടക്കം ജനിച്ചത് മുതൽ പോരാട്ടം തന്നെ. ശരിക്കും നമ്മൾ ആ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്ത് അന്നത്തെ കാലത്തെ ഒരു സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ആ ഒരു ലെവലല്ലല്ലോ. അതൊരു ഇപ്പോൾ ഡിജിറ്റൽ ഒരുപാട് സംവിധാനങ്ങൾ കാരണം. അപ്പോൾ അന്നേ ഒരു ചിത്രം വര എന്നുള്ളൊരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ അതിനുശേഷം അന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നമ്മൾ ഇങ്ങനെ ഒരു ആർട്ട് ഗാലറിയിൽ ഇങ്ങനെ ഒരു പ്രദർശനം എന്ന് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇനിയും മനോഹരമായ ചിത്രങ്ങൾ ചെറുപക്ഷെ വരാനിരിക്കുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതൊരു അസുഖത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലായില്ല. അതെ, നല്ല ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ വരക്കാൻ പറ്റും. ഇപ്പോഴും എനിക്ക് മനസ്സിൽ ഒരുപാട് ഇപ്പോൾ ഈ യുദ്ധങ്ങൾ നടക്കണു, കാര്യങ്ങൾ നടക്കുന്നു, ഒരുപാട് ദയനീയ രംഗങ്ങളും കാര്യങ്ങളും. പക്ഷേ ഞാൻ എൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട് ഈ കഴുത്തിൽ ഇത് വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രം വരച്ചു. സത്യം പറഞ്ഞാൽ ആ ചിത്രം എൻ്റെ മുടിയൊന്നും ഇല്ലാത്തൊരവസ്ഥ, തലയിൽ നിന്ന് തൊപ്പി കൊഴിഞ്ഞടി കിടക്കുന്നത്, പന്ത് കാറ്റൊഴിഞ്ഞ പന്ത്, ഇതെല്ലാം എൻ്റെ ദുഃഖത്തിൻ്റെയും എൻ്റെ അസുഖത്തിൻ്റെയും ഭാഗമായിട്ട് ഞാൻ വരച്ചതാണ്. ആ ചിത്രം ഞാനിവിടെ പ്രദർശിപ്പിച്ചിരുന്നു.
ആ ചിത്രത്തിൻ്റെ അടുത്ത് ഒരു സെൽഫി എടുക്കാൻ പോലും ആരും തയ്യാറായില്ല. അവർക്കൊരു പേടി പോലെ. അപ്പോൾ ഇവിടുന്ന് എടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടുന്ന് എടുക്കണ്ട, അവിടെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ ചിത്രത്തിൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോകുന്ന ഒരു മാതിരിയാണ്. അപ്പോൾ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒന്നും വരക്കല്ലേ. അപ്പോൾ ഈ ചിത്രം തന്നെ ഇങ്ങനെ ആയി, വരച്ചു, നെഗറ്റീവായിട്ട് വരക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നിരുന്നാലും ഇപ്പോഴും എനിക്ക് ഈ പിന്നെ പത്രത്തിൽ കാണുന്ന ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് വളരെ വിഷമകരമായ അവസ്ഥകൾ അതൊക്കെ എൻ്റെ മനസ്സിൽ പിന്നെ തീമുണ്ട്. ഞാനത് വരച്ചിട്ടില്ല. അതിനിപ്പോ നമ്മളൊരു ചിത്രം വരച്ച് വേറുള്ള ആളുകൾക്ക് വിഷമാവണ്ട. അതെ വിഷമം. കാരണം വീട്ടുകാർ വരെ അതിൽ ആക്ട് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നെഗറ്റീവായിട്ട് നിങ്ങൾ വരക്കല്ലേ എന്നുള്ള മാതിരി പറയണം. അത് അവരുടെയും കൂടി ഒരു വിഷമമാണ്. തീർച്ചയായിട്ടും.